സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ്. അതായത് നമുക്ക് എന്നും വേണ്ട കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇത് പഠിക്കുന്ന കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന ഗ്രാമർ ഏതാണ്, ടെൻസ് അതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിക്കുന്നതല്ല, നമ്മൾ ആ ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് നോക്കുന്നതാണ്. എന്തിനാണ്? ഇപ്പോൾ നിങ്ങൾക്കിത് അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ പോയിട്ട് അത് പഠിക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇത് ഗ്രാമർ ക്ലാസ് അല്ല, നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കാനുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാനൊരു 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അതും 1000-ൻ്റെ കൂടെ തന്നെ കൂട്ടുന്നതാണ്. നമുക്ക് ശ്രദ്ധിക്കാം. നീ എന്താണ് ഇതുവരെ പണി തീർക്കാത്തത്? നമ്മൾ ഇന്നലെ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ് അല്ലേ? Why haven't you finished the work yet? Why haven't you finished the work yet? അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെൻസ് എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക, 2 കാര്യങ്ങളുണ്ട്. വൈ എന്ന് പറഞ്ഞൊരു WH ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 61-ലാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് ഫോമാണ്. എന്തുകൊണ്ട് തീർത്തില്ല എന്നാണല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോഴും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വളരെ വൃത്തിയായിട്ട് നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിച്ചതാണ്? ചാപ്റ്റർ 6-ൽ നമ്മൾ പഠിച്ചാണ് അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 6-ൽ നിന്നും തുടങ്ങരുത്, ചാപ്റ്റർ 1-ൽ നിന്നും തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ നമ്പർ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെന്ന് പലരും എന്നോട് പറഞ്ഞു. വളരെ സിമ്പിളാണ്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ ഇപ്പോൾ 6 ആണ്, ചാപ്റ്റർ 6 എന്നടിക്കുക, നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. വൈ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് എറ്റ്? എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഫിനിഷ് ചെയ്യായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? അതിങ്ങനെ പറയാം അല്ലേ? ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇനഫ് ടൈം ടു ഫിനിഷ് ദ ടാസ്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം വേറൊരു ഇതിലും കൂടെ പറയത്തില്ലേ? തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഐ ഹാവൻറ്റ് ഗോട്ട് ഇനഫ് ടൈം ടു ഫിനിഷ് ദ ടാസ്ക് അല്ലെങ്കിൽ വർക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 രീതിയിലും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേതാണ് ഇതിൻ്റെ വ്യത്യാസം? കറക്റ്റ്. ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ ചാപ്റ്റർ 7-ൽ പഠിച്ചതാണ്. ഇനി രണ്ടാമത് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഈ സമയത്ത്, അതായത് എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത് അല്ലേ? അവിടെ എപ്പോഴാണ് സമയം കിട്ടാതിരുന്നത് എന്നുള്ളൊരു സമയം പറയുന്നില്ല. ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ല എന്നൊന്നും അല്ലല്ലോ. അവിടെ ആ സമയം പറയുന്നില്ല, എപ്പോഴാണ് കിട്ടാതിരുന്നെന്നുള്ളത് പറയുന്നില്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഉപയോഗിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണല്ലേ. ഇനി ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇപ്പോൾ നിർത്തുക ഇവിടെ, എന്നിട്ട് പോയിട്ട് ചാപ്റ്റർ 6-ഉം 7-ഉം കാണുക. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതിനെപ്പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുത്താൻ സാധ്യതയുള്ള 2 ടെൻസുകളാണ് ഏത്? ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പഠിക്കണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഐ ഡോണ്ട് ഗെറ്റ് ഇനഫ് ടൈം ടു ഫിനിഷ് ദ ടാസ്ക്, അല്ലെങ്കിൽ ഐ ഹാവൻറ്റ് ഗോട്ട് ഇനഫ് ടൈം ടു ഫിനിഷ് ദ ടാസ്ക്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഗോട്ട് എന്നല്ലേ പറഞ്ഞത്? ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഇനി അതായത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന V3 ഗോട്ടാണ് ഗെറ്റിൻ്റെ. ഇനി ഈ ഗെറ്റിൻ്റെ V3 ആയിട്ട് ഗോട്ടൻ എന്നും ഉപയോഗിക്കാം. പക്ഷേ സാധാരണ നമ്മൾ ഗോട്ടൻ ഉപയോഗിച്ചാലും മതി, ഗോട്ടനും ശരിയാണ്. അപ്പോഴതിന് 2 V3 ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് നോക്കാം. ഞാൻ ഉദ്ദേശിച്ച പോലെ എളുപ്പമല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റായിരുന്നത് എന്നെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഇറ്റ് വാസൻറ്റ് ഈസി ആസ് ഐ തോട്ട്. ഇറ്റ് വാസൻറ്റ് എന്ന് പറഞ്ഞാൽ വാസ് നോട്ട് ഈസി ആസ് ഐ തോട്ട്. ഇറ്റ് വാസൻറ്റ് ഈസി ആസ് ഐ തോട്ട്. ഇവിടെ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ഈസ്, വാസ്, ബീനൊക്കെ നമ്മൾ എവിടെയാണ് പഠിച്ചത്? കറക്റ്റ്, ചാപ്റ്റർ 12-ൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ആസ് എവിടെയാണ് നമ്മൾ പഠിച്ചത്? ചാപ്റ്റർ 94-ൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ ആസ് ഐ തോട്ട്, ഞാൻ ഉദ്ദേശിച്ചതുപോലെ എന്നുള്ളത് അവിടെ ഒരു പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അത് നമ്മൾ ചാപ്റ്റർ 7-ലും പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ എളുപ്പമല്ലായിരുന്നു. ഇറ്റ് വാസൻറ്റ് ഈസി ആസ് ഐ തോട്ട്. ഇറ്റ് വാസൻറ്റ് ഈസി ആസ് ഐ തോട്ട്. നമ്മുടെ വീട്ടിലൊരു പുതിയൊരു സാധനം കൊണ്ട് നമ്മൾ ചോദിക്കുക, ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നമുക്കറിയത്തില്ല. അത് നമുക്ക് എങ്ങനെ ചോദിക്കും? ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ക്വസ്റ്റ്യൻ മേക്കിംഗ് നമ്മൾ ചാപ്റ്റർ 61-ൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് അല്ലേ? അത് നമ്മൾ ചാപ്റ്റർ 4-ലും പഠിച്ചതാണ്. അത് 2 പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം അല്ലേ? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഹൗ ഡസ് ഇറ്റ് വർക്ക്?
ആ സ്വിച്ച് ഉണ്ടല്ലോ അതിൽ ഞെക്കിയാൽ മതി എന്നെങ്ങനെ പറയും? കറക്റ്റ്. ജസ്റ്റ് പ്രസ് ദിസ് ബട്ടൺ. ജസ്റ്റ് പ്രസ് ദിസ് ബട്ടൺ. ജസ്റ്റ് പ്രസ് ദിസ് ബട്ടൺ. ആർക്കും അറിയാൻ തോന്നുന്നില്ല. നോബഡി സീംസ് ടു നോ. നോബഡി സീംസ് ടു നോ. ആർക്കും അറിയാൻ തോന്നുന്നില്ല ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ? നോബഡി സീംസ് ടു നോ. ഇനി ഈ നോബഡി, എവ്രിബഡി ഇതൊക്കെ നമ്മൾ പഠിച്ചത് 176ലാണ്. ഈ നോബഡിയും എവ്രിബഡിയൊക്കെ എന്താണ്? സിംഗുലറാണ്. അതും കൂടെ പഠിക്കുക. അതെങ്ങനെയാണെന്നാണ് ഞാനും നോക്കുന്നത്. ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. ഞാനും അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ? ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. അത് നീ അടുത്ത് കറണ്ടിലോട്ട് കുത്തണം. അതെങ്ങനെ പറയും? യു ഹാവ് ടു കണക്ട് ഇറ്റ് ടു ദി പവർ സപ്ലൈ. ഓക്കെ, കറണ്ട് എന്നുള്ളത് പവർ സപ്ലൈ ആണ്. ഓക്കെ, യു ഹാവ് ടു കണക്ട് ഇറ്റ് ടു ദി പവർ സപ്ലൈ. യു ഹാവ് ടു കണക്ട് ഇറ്റ് ടു ദ പവർ സപ്ലൈ. ഇപ്പോൾ ഈ ഹാവ് ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, ഹാവ് ടു നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 112ലാണ്, 112ലാണ് നമ്മൾ പഠിച്ചത്. യു ഹാവ് ടു കണക്ട് ഇറ്റ് ടു ദി പവർ സപ്ലൈ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ രണ്ട് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് നമ്മൾ ദേഷ്യത്തിൽ പറയല്ലേ, അതല്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയാണത് പ്രവർത്തിപ്പിക്കുന്നത് കാണിച്ചു തരാം എന്നും പറയാം അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണ് പറയുന്നത്, പക്ഷേ ആ ഒരു ടോണിൻ്റെ ആണ് വ്യത്യാസം. ഐ വിൽ ഷോ യു, ഐ വിൽ ഷോ യു, അല്ലെങ്കിൽ ഐ വിൽ ഷോ യു എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നല്ലേ. പക്ഷേ ദേഷ്യത്തിലാണ് ഐ വിൽ ഷോ യു. ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇറ്റ് ക്യാൻ ഡു ഓൾ സോർട്ട് ഓഫ് തിങ്സ്. ഇറ്റ് ക്യാൻ ഡു ഓൾ സോർട്ട് ഓഫ് തിങ്സ്. ഇറ്റ് ക്യാൻ ഡു ഓൾ സോർട്ട് ഓഫ് തിങ്സ്. നമ്മൾ ക്യാൻ പഠിച്ചത് 24ാമത്തെ ചാപ്റ്ററിലും അതുപോലെ 181ാമത്തെ ചാപ്റ്ററിലുമാണ് നമ്മൾ ക്യാൻ പഠിച്ചത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണണം കേട്ടോ. നമ്മുടെ സുഹൃത്തിനെ വയ്യാതിരിക്കാതെ നമ്മൾ ചെന്ന് അവനോട് പറയാം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും, യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഷുഡാണ് ഉപയോഗിക്കുന്നത്. ഷുഡ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു ഉപദേശം പോലെ പറയാനാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ആജ്ഞ പോലെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? കറക്റ്റ്, മസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധിക്കാം. ഷുഡും മസ്റ്റ് നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 25ലാണ്. അപ്പോൾ നമുക്ക് സുഹൃത്തിനോട് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. നിങ്ങൾ ഉടൻ തന്നെ ലൈബ്രറി ബുക്സ് തിരിച്ചു തരണം കേട്ടോ. അപ്പോൾ ലൈബ്രറി നമ്മളെ വാണിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ വാണിംഗ് ആണല്ലേ. അപ്പോൾ അവിടെ ഏതാണ് ഉപയോഗിക്കുന്നത്? കറക്റ്റ്, യു മസ്റ്റ് റിട്ടേൺ ദ ലൈബ്രറി ബുക്സ് ഇമ്മീഡിയറ്റ്ലി, അല്ലെങ്കിൽ യു മസ്റ്റ് റിട്ടേൺ ദ ബുക്സ് ഇമ്മീഡിയറ്റ്ലി. അവിടെ മസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മസ്റ്റ് നമ്മൾ പഠിച്ച എവിടെയാണ്? ചാപ്റ്റർ 25ലാണ്. അവിടെ തന്നെയാണ് നമ്മൾ ഷുഡും പഠിച്ചത്. ഞാൻ ചിലപ്പോൾ വൈകിട്ട് തിരക്കിലായിരിക്കും. ഐ മേ ബി ബിസി ഇൻ ദി ഈവനിങ്. ഐ മേ ബി ബിസി ഇൻ ദി ഈവനിങ്. ഐ മേ ബി ബിസി ഇൻ ദി ഈവനിങ്. നമ്മൾ മേ ബി പഠിച്ചത് എവിടെയാണ്? ചാപ്റ്റർ 83ലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുക. ഐ മേ ബി ബിസി ഇൻ ദി ഈവനിങ്. ഞാൻ 3 മാസത്തിനുള്ളിൽ വെയിറ്റ് കുറച്ചിരിക്കും. നിങ്ങൾ കണ്ടോ? തീർച്ചയായിട്ടും കുറച്ചിരിക്കും. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഐ വിൽ ലൂസ് വെയിറ്റ് വിത്തിൻ 3 months. ഐ വിൽ ലൂസ് വെയിറ്റ് വിത്തിൻ 3 months. അവിടെ ഒരു നിശ്ചയദാർഢ്യമാണ്, ചെയ്തിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ വിൽ ഉപയോഗിച്ചത്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് വില്ല് നമ്മൾ സാധാരണ ഫ്യൂച്ചർ ടെൻസിലും ഉപയോഗിക്കാറുണ്ട്. ഐ വിൽ കം ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ വരും എന്നുള്ളതാണ് അല്ലേ. അവിടെ ഒരു നിശ്ചയദാർഢ്യമല്ല, ഞാൻ നാളെ വരും എന്നുള്ളതാണ്. അവിടെ ഫ്യൂച്ചർ ടെൻസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 10ലും ചാപ്റ്റർ 295ലും ഇത് പഠിച്ചതാണ്. നമ്മുടെ വിവിധ ഉപയോഗങ്ങളെ പറ്റി അവിടെ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. ഐ വിൽ ലൂസ് വെയിറ്റ് വിത്തിൻ 3 months. ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുമായിരുന്നു. ഇപ്പോൾ കുടിക്കത്തില്ല, കുടിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? കറക്റ്റ്, ഐ യൂസ് ടു ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി ബിഫോർ ഗോയിങ് ടു ബെഡ്. ഇവിടെ ശ്രദ്ധിക്കുക, ഐ യൂസ് ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെയ്യൂ ഇല്ല. അത് ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? യൂസ് ടു ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ച ഏതിൽ ചാപ്റ്ററിലാണ്? 221ലാണ് നമ്മൾ പഠിച്ചത്. ഐ യൂസ് ടു ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി ബിഫോർ ഗോയിങ് ടു ബെഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യുക, അവർക്ക് പ്രയോജനം ചെയ്യട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.